الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وعلى محمد سيدنا محمد. ആദരണീയനായ സഖാഫി ഉസ്താദ് ഹംസക്കോയ ഹാജി ഇബ്രാഹിം ഹാജി അടക്കമുള്ള ഓരോ പ്രമുഖന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തവും പിരിയലൊക്കെ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ ഏറ്റവും നല്ലൊരു അമലായി അല്ലാഹു നമ്മളിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അബ്ബാസ് ഖാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തിന് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാൻ ഷരീഫിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇവിടെ അറിവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. വിശുദ്ധമായ സൂറത്ത് അൽ അസ്റിനെ ആസ്പദമാക്കിയാണ് ഒരാഴ്ച മുമ്പ് നമ്മൾ ക്ലാസ് തുടങ്ങി വെച്ചത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. കാലം എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിഭാസമാണ്. ലോകത്ത് എന്ത് തന്നെ വന്നാലും കാലം അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ വലിയൊരു പ്രതിഭാസത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് അല്ലാഹു തആല പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യർ പരാജയത്തിലാണ് എന്നാണ്. ലോകത്ത് മനുഷ്യനെ പോലെ ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടി ലോകത്ത് അല്ലാഹു തആല പടച്ചിട്ടില്ല. മനുഷ്യരെ അല്ലാഹു എല്ലാ കഴിവുകളും കൊടുത്തുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. പക്ഷെ ആ മനുഷ്യന്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലാഹു തആല പടച്ച ഉടനെ തന്നെ ഒരു കഴിവും കൊടുത്തു. ഒരു കഴിവിലേക്കും അവന്റെ ശേഷി അല്ലാഹു തിരിച്ചുവിട്ടില്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഒരു മൃഗത്തിന്റെ, ഒരു പശുവിന്റെ കുട്ടി ജനിച്ചു വീണാൽ തന്നെ ചേതാനും സെക്കൻഡുകൾ മിനിറ്റുകൾക്കകം അത് എഴുന്നേറ്റ് പോയി പാല് കുടിക്കും. അതേസമയം മനുഷ്യന്റെ കുട്ടിയാണെങ്കിലോ പ്രസവിച്ച് അവിടെ വെച്ചാൽ പാലൊന്നും കൊടുത്തില്ല, വൃത്തിയാക്കിയില്ല എന്നാണെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും, വന്ന് പാല് കൊടുക്കില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇനി മുട്ടിട്ടഴിയാൻ തുടങ്ങിയാൽ ആ കുട്ടിയെ ഏത് സമയത്തും ഇങ്ങനെ നിരീക്ഷിക്കണം. കാരണം അടുപ്പിലേക്ക് പോയി വിറക് വലിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ പോയി വീഴുകയോ ഒക്കെ ചെയ്യുമോ എന്നുള്ള ജാഗ്രത ആ കുട്ടിയെ വളർത്തുന്നവർക്ക് ഉണ്ടാകണം.
അങ്ങനെ മനുഷ്യൻ ചെറുപ്പകാലത്ത് വളർന്ന് വന്ന് പക്വതയെത്തിയതിനു ശേഷമാണ് അവൻ കളക്ടറാകുന്നതും ഡോക്ടറാകുന്നതും എഞ്ചിനീയർ ആകുന്നതും എല്ലാ ഉദ്യോഗ തലങ്ങളിലേക്കും അവൻ എത്തിപ്പെടുന്നത് അപ്പോഴാണ്. അപ്പൊ മനുഷ്യ, നീ ഒരു ദില്ലത്തിലാണ്, നീ ഒരു പരാജയത്തിലാണ്, അല്ലെങ്കിൽ നീ അഹങ്കരിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ, അല്ലെങ്കിൽ അല്ലാഹു തആല ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഇങ്ങനെ ഒരു അവസ്ഥ നൽകിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കും ലോകത്തുനിന്ന് വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പടച്ചവനൊന്നൊന്നുമല്ല, മനുഷ്യന്മാരാണ് വലുതെന്ന്, അല്ലേ? ആ വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെയല്ല. മനുഷ്യരെ അല്ലാഹു തആല സൃഷ്ടിച്ച് അയാൾക്ക് ബുദ്ധി കൊടുത്തുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അല്ലാഹു എന്നല്ലേ വലുത്? മനുഷ്യനിത് ബുദ്ധി വേറൊന്നും കൊണ്ടുവന്നല്ലോ. കിലോമീറ്ററുകളോളം ദൂരത്തിലേക്ക് നിവർത്തി വെച്ചാൽ എത്തുന്ന ഈ ലോകം മുഴുവൻ എത്തുന്ന നാഡിഞരമ്പുകളിലൂടെ രക്തം പമ്പ് ചെയ്ത് അവന്റെ ചിന്തയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യനെ കണ്ടുപിടുത്തങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അല്ലാഹു തആല, ആ അല്ലാഹു തആലയാണ് വലിയ. എത്ര വലിയ മിസൈൽ കണ്ടുപിടിച്ചാലും, എത്ര വലിയ യുദ്ധക്കപ്പലുകൾ കണ്ടുപിടിച്ചാലും, അതേപോലെ തന്നെ ആകാശ ഗംഗകളിൽ തിരിയുന്ന പേടകങ്ങളെ കണ്ടുപിടിച്ച് അതിൽ മാസങ്ങളോളം വസിച്ചാലൊക്കെ ഇതിന്റെ ഒക്കെ യഥാർത്ഥ ഓണർഷിപ്പ് അല്ലാഹുവിനാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ട്. ഈ മനുഷ്യന്റെ ബുദ്ധിയെ സൃഷ്ടിച്ച അല്ലാഹുവല്ലേ? അപ്പൊ ലോകത്ത് എന്ത് തന്നെ ഉണ്ടായാലും അതിന്റെ ഒക്കെ ഉടമസ്ഥൻ ഖാലിഖായ റബ്ബാണ്. പക്ഷെ ആ റബ്ബിലേക്ക് നാളെ പരലോകത്തെത്തിയിട്ട് അല്ലാഹു തആല, നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഖുർആനും 1-ാം ക്ലാസ്സൊക്കെ ഓതി തന്നുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി. പക്ഷേ ഇസ്ലാമിന് പുറത്തുള്ള ആളുകളും ചോദ്യം ചെയ്യപ്പെടും. ഇസ്ലാമിന് പുറത്തു പോയ അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നതിന് നമ്മൾ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നത്. ഒന്ന് ആലമുൽ അർവാഹാണ്. നമ്മളുടെ ഒക്കെ റൂഹുകളെ അല്ലാഹു തആല ഒരിടത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലേ? ആ റബ്ബല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതേ ബല എന്ന് മറുപടി പറഞ്ഞവരാണ് ഇന്ന് ലോകത്ത് മുഅ്മിനീങ്ങളായി നിൽക്കുക. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അവിടെ വെച്ചിട്ട് അല്ലാഹുവിനോട് ബല എന്ന് മറുപടി പറഞ്ഞവരാണ് പിന്നീട് മുസ്ലിമീങ്ങളായി ജനിക്കുന്നത് എന്ന് മാത്രമല്ല, ചിലപ്പോൾ മുസ്ലിങ്ങൾ അല്ലാതെ ജനിച്ച് ഇസ്ലാമിലേക്ക് വരും, ചിലപ്പോൾ മുസ്ലിമായി ജനിച്ച് ഇസ്ലാമിൽ അല്ലാത്ത മതങ്ങളിലേക്ക് പോകും. അതിനൊക്കെ അതിൻ്റെതായ ഹിക്മത്തുകൾ, നമ്മൾ എത്ര ചിന്തിച്ചാലും തിരിയാത്ത ചില ഹിക്മത്തുകൾ അല്ലാഹുവിനാണ്. അപ്പൊ അങ്ങനെ ആലമുൽ അർവാഹ് കഴിഞ്ഞു. പിന്നെ ആലമുൽ അർഹാമിലെത്തി. ആലമുൽ അർഹാം എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കാലമാണ്. ഈ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ വരുമ്പോ നിങ്ങൾ നോക്ക്, വിശ്വാസത്തിലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെത്ര വലിയ മൗഢ്യത്വമാണ്. കാരണം നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കാം, ഒരു ഇരട്ടക്കുട്ടികൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ജീവിക്കാം. ഒരു ഇരട്ടക്കുട്ടികൾ ഉണ്ടാവല്ലോ, ടിങ്സുകൾ ഉണ്ടാവല്ലോ. ആ ടിങ്സ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ അധിവസിക്കുമ്പോ നമ്മൾ സങ്കല്പത്തിൽ പറയാ, ഒരു കുട്ടി മറ്റേ അടുത്ത കുട്ടിയോട് പറഞ്ഞു, നമ്മളിപ്പോ 2-3 മാസം കഴിഞ്ഞാൽ ഒരു ലോകത്തേക്ക് പോയി. ആ ലോകത്തെ നമ്മളിപ്പോ ഇങ്ങനെ ചുരുട്ടി വെച്ച കാല് നിവർത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ മണ്ടും കിലോമീറ്ററുകളോളം. അതിനൊക്കെ നമുക്ക് കഴിവുണ്ടാവും. അപ്പൊ അടുത്ത കുട്ടി പറയാ, അങ്ങനെ കഴിവുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളിപ്പോ അങ്ങനെ കാലോട് ഇപ്പൊ കാല അനക്കാൻ പറ്റുന്നില്ല, അപ്പൊ ആ കാലോട് മണ്ടുന്നത് നടക്കോ അല്ലെ, ഓടുന്നത്. പിന്നെ പറഞ്ഞു, ഞമ്മക്കിപ്പം ഭക്ഷണം കിട്ടുന്നത് ഈ ചെറിയ ദ്വാരത്തിലൂടെ ഉമ്മയിൽ നിന്ന് സ്വരൂപിക്കുന്ന ചില വൈറ്റമിനുകൾ മാത്രമാണ് കിട്ടുന്നത്. നമുക്ക് മൊത്തം അടിച്ചു മാറാൻ പറ്റും വായി തുറന്നിട്ട് ഈ കൈകൊണ്ട് എടുത്തിട്ട്. അപ്പൊ അടുത്ത കുട്ടി പറഞ്ഞു, എന്ത് വിടല വിടുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ പറഞ്ഞു, നമ്മളെ ശരീരം ഇപ്പൊ ഇങ്ങനെയല്ലേ ഉള്ളത്, നമുക്കെല്ലാം എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന ആരോഗ്യത്തിലേക്ക് നമ്മുടെ ശരീരം വളരും. ഇത് ഭൂലോക വിടലാണ്. ഇതുമാതിരിയാണെന്ന് ലോകത്ത് അള്ളാഹുവിനെ നിരാകരിക്കുന്നവര്. നമ്മൾ ഈ യാഥാർത്ഥ്യം പറയുമ്പോ അള്ളാഹുവിനെ നിരാകരിക്കുന്നവര്, ഓനപ്പോ ഒരു വയത് പറയുന്ന, അല്ലെങ്കിൽ കബറിൽ പോയ കഴിഞ്ഞില്ല, എല്ലാം നിർമ്മിച്ചു പിന്നെന്തല്ലോ അല്ലെ. ഇതേ രൂപത്തിലാണ് ഒരു മനുഷ്യൻ നിരാകരിക്കുന്നത്. ഈമാനിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോ മൈക്കുമായിട്ട് ഇറങ്ങിയിട്ട് ചോദിക്കും, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാ? ഒരാളോട് ഇങ്ങനെ ചോദിക്കാണ്, അള്ളാഹിനെ സൃഷ്ടിച്ചത് ആരാ? അപ്പൊ ആ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാ അല്ലേ? നമ്മൾ പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്, അള്ളാഹു ആരാലും പടക്കപ്പെട്ടവനല്ല. ലം യലിദ് വലം യൂലദ്.
അപ്പൊ അള്ളാഹു ആരാലും പടക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ പഠിക്കുക എന്നൊക്കെ പറയുന്നത്, ഉണ്ടാവുക എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇപ്പോൾ ഒരു ഉമ്മ പ്രസവിച്ചാലാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. ഈ ഉണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് അത് ഉണ്ടായത് ഈ ലോകം നമ്മൾ ഈ രൂപത്തിൽ കണ്ടതുകൊണ്ടാണ്. നമ്മൾ കണ്ടത് ഈ രൂപത്തിലാണ്. ഈ രൂപത്തിലല്ലാത്തൊരു സംവിധാനത്തെ നമ്മൾ കാണാത്തത് കൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. അഥവാ പ്രസവിക്കാതെ ഒരാൾ ഉണ്ടായേ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരാൾ സൃഷ്ടിക്കാതെ ഒരാൾ ഉണ്ടായെന്നുള്ള, കാരണം നമ്മൾ ഇതാ കണ്ടത്. ഇനി അതൊന്നുകൂടെ നമ്മളിപ്പോ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട്, ഇത് വിശ്വാസപരമായി ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് നമ്മൾ വിചാരിക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല ഈ നോമ്പ് ഉച്ചന്റെ നേരം കൊണ്ട് ഈ സംഭവങ്ങളൊന്നും മൈൻഡിലേക്ക്, ഈ സങ്കീർണമായ സംഭവങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്തായാലും നമ്മൾ ചിന്തിക്കുക, അല്ലാഹു തആല വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോടാണ് ചോദ്യം, അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? ആ ചോദ്യം ഒരു വിഡ്ഢിത്തരമായ ചോദ്യമാണ്. കാരണം നമ്മൾ ചിന്തിക്കുക, ഒരാളൊരു ചിത്രം വരച്ചു, ഒരാളൊരു ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ട് പോകും. ആ ചിത്രം വരച്ചു കൊണ്ടുവന്നപ്പോ അയാളോട് ചോദിക്കാണ്, ഈ ചിത്രം വരച്ചെന്നെയാണ്, ശരിയാണ്, നിന്നെ വരച്ചത് ആരാണ്? അനിയം വരയ്ക്കപ്പെട്ട ആളല്ലല്ലോ, ഇയാള് മനുഷ്യനല്ലേ. ഇയാളോട് ചോദിക്കാം, നിന്നെ വരച്ചത് ആരാണ്? ഉദാഹരണം. ഇതേപോലെയാണ് അള്ളാഹുവിനുള്ള ചോദ്യം. കാരണം അള്ളാഹു ഒരു സൃഷ്ടിയെ പഠിച്ചതിന് ശേഷം അള്ളാഹിനെ പഠിച്ചാരാ? അള്ളാഹിനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇയാളെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇയാള് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇയാളൊരു വേറൊരു സാധനല്ലേ. അതുമാതിരി അള്ളാഹു തആല ഒരു മനുഷ്യനെ പഠിച്ചു. ആ പഠിച്ച മനുഷ്യനെ കണ്ടിട്ട് ചോദിക്കാണ്, അള്ളാഹുവിനെ ആരാണ് പഠിച്ചത്? അത് ഈ ചിത്രം വരച്ചവനെ ആരാണ് വരച്ചത് എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഒരു ചോദ്യമാണ്. കാരണം പഠിക്കാൻ ആവശ്യമില്ലാത്ത ഒരാളാണ്. ഇയാളെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇയാളെ ജീവിക്കണമെങ്കിൽ ഈ മനുഷ്യനെ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുമാതിരി അള്ളാഹുവിനെ എന്താക്കേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, അങ്ങനെ അള്ളാഹുവിനെ പഠിക്കണം എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹ് ലോകത്ത് ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാവുന്നു? ഉദാഹരണത്തിന്, ഞാൻ മൂപ്പരോട് ഒരു 10 രൂപക്ക് ചോദിച്ചു. മൂപ്പര് എൻ്റെ അടുത്തില്ല, ഞാൻ മൂപ്പരോട് ചോദിക്കട്ടെ. മൂപ്പരോട് ചോദിച്ചു, മൂപ്പരെടുത്തില്ല. മൂപ്പരെന്ന് ഞാൻ ഇയാളോട് ചോദിക്കും. ഈ ചോദിച്ചു പോയി ആരെടുത്തില്ല ഇല്ല. അങ്ങനെ ചോദിച്ചു പോയി ആരെടുത്തും കിട്ടിയില്ല. മൂപ്പർക്കാസൻ എനിക്ക് തരാൻ 10 രൂപ കിട്ടുമോ? കിട്ടൂലല്ലോ. അവർക്കല്ല, ഇയാളിങ്ങനെ ചോദിച്ചു പോവാണ്. ചോദ്യമാണോ നടക്കുന്നുണ്ട്, ആരെടുത്തും 10 രൂപ ഇല്ല, കിട്ടുമോ? കിട്ടൂല. ചോദ്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതേസമയം ഈ ലോകം ഉണ്ട് നമുക്ക് ഉറപ്പല്ലേ? ഈ ലോകം നമ്മളിവിടെ ഉണ്ടല്ലോ, ഈ ലോകത്ത് നമ്മളുണ്ട്, നമ്മുടെ ശ്വാസപ്പെട്ട് നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഈ ലോകം ഉണ്ടെന്ന് ഉറപ്പാണ്. ഈ ലോകത്തെ പഠിച്ച ഒരാൾ വേണം, അത് ഉറപ്പാണ്. കാരണം ഒരു സാധനവും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാതെ ഉണ്ടാകാൻ പറ്റില്ല. പഠിക്കാതെ ഒരു സാധനവും ഉണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകണ്ടായിരിക്കൂലേ? പഠിക്കാതെ ഒരു സാധനം ഉണ്ടാവില്ല. അപ്പൊ ഈ ലോകം ഉണ്ട്, ഒരു സെറ്റാവ് ഉണ്ട്, അത് ഉറപ്പാണ്. ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുക, ആ സെറ്റാവിന് ആരാ പഠിച്ചത്, ആ പഠിച്ചത് പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ചോദ്യം ഒന്നും ചോദിച്ചൂടെ? അങ്ങനെ ചോദിച്ചു പോവാണ്. ഈ ലോകം ഉണ്ടാവല്ലോ, ഈ ലോകം ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ട് എന്താണ് സെറ്റാവാണ്. അപ്പൊ ഒരു എൻഡ് വേണം. ഒരാൾ പഠിക്കാത്ത രൂപത്തിൽ അല്ലാഹു തആല ഈ ലോകത്ത് ഉണ്ടാകുമ്പോഴേ എൻഡ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ പോകും. ദൗറു തസൽസുൽ മുഹാലാണ് സാമാന്യക്കാരെ, ദൗറു തസൽസുൽ മുഹാലാണ് അറിയും എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആരെ പഠിച്ചു ഇങ്ങനെ പോകൽ, അത് അസംഭവ്യമാണ്. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ചോദിക്കലേ നടക്കുള്ളൂ. അപ്പൊ ഈ ലോകം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു ഉണ്ട് എന്ന് ഉറപ്പാണ്. ആ അള്ളാഹുവിനെ ആരും പഠിക്കാത്ത വിധം ഈ ലോകത്തുണ്ടാകണം എന്നത് കട്ടായമാണ്. അങ്ങനെ ലോകത്ത് അല്ലാഹു തആല ഇല്ലെങ്കിൽ, ഈ അല്ലാഹു തആല ഈ ഇന്ന് നിലനിൽക്കുന്നില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. അപ്പൊ മനുഷ്യന്റെ ഈമാനിലേക്കുള്ള സഞ്ചാരം ഏത് സമയത്തും വളരെയധികം നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാലമാണ്. കാരണം അള്ളാഹുവിന്റെ ഭൂമിയിൽ അധിവസിച്ചുകൊണ്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന കാലം, അള്ളാഹു ഉണ്ടോ എന്ന് ചോദിച്ച് മൈക്കുമായി സഞ്ചരിക്കുന്ന കാലം, പുതിയ തലമുറ അള്ളാഹുവിൽ നിന്ന് അകന്നു സഞ്ചരിക്കുന്ന കാലം. ഈ കാലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിനെ വിശ്വസിച്ചവരൊഴികെ എല്ലാവരും പരാജയത്തിലാണ്. അള്ളാഹുവിനെ വിശ്വസിച്ചവരൊഴികെ എല്ലാവരും പരാജയത്തിലാണ്. ആ പരാജയം നിങ്ങൾ നോക്കൂ. ഈ ലോകം തന്നെ എത്ര സ്വസ്ഥമായാണ്, സ്വൈര്യമായാണ്, എത്രയധികം പ്ലാനിങ്ങോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ശൈത്യം വരുന്നു, ഉഷ്ണം വരുന്നു, മിതശീതോഷ്ണം വരുന്നു.
ഇങ്ങനെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാ സംവിധാനങ്ങളും ഈ ലോകത്തിങ്ങനെ ഒരുങ്ങി വരികയാണ്. ഇതൊക്കെ ഏതോ ഒരു സംഭവം, ഒരു പ്രകൃതിയുടെ കഴിവ് കൊണ്ട് നടക്കുന്നതാണെന്ന് പറയാൻ ഒരു മനുഷ്യന്റെ ബുദ്ധി എത്രമാത്രം ദില്ലത്തിലാകണം, എത്രമാത്രം അതപ്പതിച്ചു പോകണം. അപ്പൊ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരമാണ്. എല്ലാം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറയണം ഈമാൻ കൊണ്ട്. എന്ത് കാണുമ്പോഴും എന്ത് കണ്ടാലും അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരണം. അള്ളാഹു തആല ആ രൂപത്തിൽ നമ്മളെ ഈമാനാക്കി തരുമാറാവട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചൊരൊഴികെ. ആ വിശ്വാസം നമുക്ക് ദൃഢമായിരിക്കണം. വിശ്വാസം ദൃഢമല്ലെങ്കിൽ നമുക്ക് പലതും ശരിയാവൂല. കാരണം എന്താ, നമ്മളെ പുരയിൽ ഒരു കല്യാണം നടക്കുമ്പോ ആ കല്യാണത്തിന്റെ അന്ന് ആഭാസങ്ങളാണ്. അന്ന് നമ്മളെ മകളെ നല്ല ഉടുത്തൊരുക്കിയിട്ട് ആ മകളിങ്ങനെ സ്റ്റേജും വരില്ലേ. ഇപ്പൊ സ്റ്റേജ് സംവിധാനം എല്ലായിടത്തും വന്നില്ലേ അല്ലേ? വളരെ ഉഷാറായിട്ട് നല്ല സ്റ്റേജ് കെട്ടിയിട്ട് അല്ലെ? നിങ്ങളെ നാട്ടിലില്ലേ? അല്ലേ അല്ലേ? എല്ലായിടത്തും വന്നു അല്ലേ? ശ്രീലങ്കയിലുണ്ടോ? ശ്രീലങ്കയിൽ അടക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം? സ്റ്റേജ് കെട്ടിയിട്ട് അതിന്റെ മേലെ ഈ ഉടുത്തൊരുങ്ങിയിട്ട് 18ഉം 20ഉം വയസ്സായ പെൺകുട്ടികൾ ഇങ്ങനെ ഇരുത്തിയിട്ട്, ആ മുമ്പൊക്കെ കല്യാണത്തിന് ഈ പെൺകുട്ടികളെ കാണാൻ ഉമ്മമാര് അങ്ങ് അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊക്കെ കാണല. ഇന്ന് എല്ലാവർക്കും കാണാം, വാപ്പാർക്കും കാണാം, ആങ്ങളാർക്കും കാണാം, എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ അത് നരകത്തിലേക്കുള്ള സഞ്ചാരമാണെന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ട് നമുക്കത് മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മളെ ഈമാൻ ഇല്ല എന്നല്ല, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ പണി ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കുമോ. ഏത് തെറ്റിന്റെയും കാര്യം ഞാൻ പറഞ്ഞു, ഈ തെറ്റിന്റെ കാര്യം മാത്രമല്ല, ഏത് തെറ്റായാലും നമ്മക്കതിൽ അത്ര കണ്ട് ഉറപ്പില്ല എന്നല്ലേ എന്റെ അർത്ഥം. ഉറപ്പുണ്ട്, നരകത്തിലേക്ക് എന്തായാലും പോകുന്ന ഉറപ്പിച്ചൊരു ടീമാണെങ്കിൽ എന്തായാലും നമ്മൾ അതിന് ഒഴിവാകും. കാരണം പോകുന്ന ഉറപ്പല്ലേ, നമുക്ക് സംശയമില്ലല്ലോ. അപ്പോ ആ രൂപത്തിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ ദൃഢീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇല്ലല്ലദീന ആമനു, നമ്മൾ ഇല്ലല്ലദീന ആമനു വിശ്വസിച്ചവരൊഴികെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അല്ലാഹു തആല പറയുന്നു വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യണം. നമ്മൾ വിചാരിക്കും എന്റെ ഈമാനൊക്കെ റെഡിയാണ്, ഇനി അടങ്ങിയെടുത്തലിരുന്നാ മതി. അമിലുസ് സ്വാലിഹാത്ത് എന്നാൽ കേവലം നിസ്കാരം പ്രധാനപ്പെട്ട അമലാണ്. ഇതൊക്കെ ഈമാൻ, ഇസ്ലാം കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട അമലുകളാണ്, ഹജ്ജും സക്കാത്തൊക്കെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ നല്ല സംഘടനാ പ്രവർത്തകരായി വളരണം. അങ്ങനെ സംഘടനാ പ്രവർത്തകരായി വളരുന്നിടത്താണ് കാലം എന്റെ ഈമാനൊക്കെയാണ്, ഞാനെന്തിനാ ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമെന്നല്ല. സാലിഹായ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണോ അവൻ വിജയിച്ചു പോയെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരണം, ഇബാദത്തുകളിലേക്ക് വരണം. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമി മുഴുവനും സൃഷ്ടിച്ചത് അതാ മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണെന്നോ വിഷമുള്ള മൂർഖനെ സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടിയാ ആയിരിക്കും ആണല്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. മൂർഖനെ സൃഷ്ടിച്ചതും മനുഷ്യന് വേണ്ടി തന്നെയാണ്. കാരണം പ്രകൃതിയുടെ വിഷാംശങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഈ പാമ്പിനുണ്ട് എന്നാണ്. പ്രകൃതിയിൽ പിന്നെ കലരുന്ന വിഷാംശങ്ങളെ ആവാഹിച്ചെടുക്കാനുള്ള ശേഷി ഈ പാമ്പിനുണ്ട്. ഈ പാമ്പ് കടിക്കുമേ പ്രശ്നമുള്ളൂ അല്ലേ? ഈ പാമ്പിനൊരു പ്രത്യേകത ഉണ്ട്. പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഓടേണ്ട ആവശ്യമുണ്ടോ? നായിനെ കാണുമ്പോൾ ഓടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പാമ്പിന്റെ ശാസ്ത്രം പഠിച്ചില്ല. നായിനെ കാണുമ്പോൾ ഇപ്പൊ ആടൊരു പാമ്പിനെ കഴിയും, അവിടുത്തെ മണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പാമ്പ് വന്ന് കടിക്കൊന്നുമില്ല. പാമ്പ് നമ്മളവിടെ കണ്ടില്ല, അതാ കടിക്കാൻ വരിക. ഈ പാമ്പിനെ പിടിക്കുന്ന ആളുകൾ കണ്ടില്ല, ഇങ്ങനെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ പാമ്പിന് ഇതിനെ ഉപദ്രവിക്കാന്ന് തോന്നി. ഇത് ശരിക്കും കാഴ്ചല്ല എന്നാണ്, സെൻസറാണ് പറയുന്നത്. ഈ പാമ്പിനൊക്കെ സെൻസറാണ്. സെൻസർ സിസ്റ്റം ഒക്കെ നമ്മളിപ്പോ മൊബൈലൊക്കെ സെൻസർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഈ ജീവികളിൽ സെൻസർ സിസ്റ്റം ഒക്കെ പിന്നെ വെച്ചിട്ടുണ്ട്. ഇതുമാതിരി പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് കൊടുത്തില്ല എന്നുള്ളൂ. ഈ സംവിധാനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഈ പാമ്പുകളും ജീവികളും വെച്ചിട്ടുണ്ട് അല്ലേ? പാമ്പ് അങ്ങനെ വന്ന് കടിക്കൂല. അങ്ങനെ കടിക്കുന്ന ജീവിയാണ് ഭയങ്കര മാരക. കാരണം എന്താ, നമ്മൾ പുരയിൽ ഉറങ്ങുമ്പോ ജനലിൽ കൂടെ വരാറില്ല. ഇനി പാമ്പിന് എന്തുകൊണ്ട് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മട്ടൽ കണ്ടിട്ട് അതിനോട് കൂടെ കയറിയിട്ട് വരാം. റൂമിൽ പാമ്പ് കയറിയാൽ തന്നെ നമ്മൾ കിടക്കുകയാണ്. നമ്മളെ ശരീരത്തിന്റെ മേലെ കൂടെ അഴിഞ്ഞു പോയാൽ പാമ്പ് കടിച്ചോണമെന്നില്ല. ആ സമയത്ത് നമ്മൾ തിരിഞ്ഞപ്പോൾ അതിന്റെ വാൽമേലൊന്ന് അമർത്തിപ്പോയാൽ പെട്ടെന്ന് മടങ്ങി ഒന്ന് അറ്റാക്ക് ചെയ്യും.
ആ രൂപത്തിലാണ് പാമ്പിനെ അല്ലാഹ് ചെയ്തത്. അപ്പൊ പാമ്പിനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം എന്താണ്? ഈ പ്രകൃതിയുടെ നമുക്ക് ശ്വസിക്കുന്ന വായുവിൽ വിഷം കലരാതിരിക്കാൻ അള്ളാഹു പഠിച്ചൊരു വല്ലാത്തൊരു സൃഷ്ടിയാണ്. അതിനെ കൊല്ലരുത് എന്നൊക്കെ പറയും. പക്ഷെ ഈമാനികമായി പാമ്പിനെ കണ്ടാൽ കൊല്ലണമെന്ന് ഹദീസുകളുണ്ട്. അസ്റത്ത് കുത്തുബിലൊക്കെ കാണാം. അല്ലെ, ഒരാൾ ഹയ്യത്തൻ, ഒരു പാമ്പിനെ ഒരാൾ കണ്ടു, അതിനെ കൊന്നില്ലെങ്കിൽ അയാൾ മീനല്ലാതെ പറയുന്നത് അത് കാണാം. മറ്റുള്ളവർക്ക് ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു താല എല്ലാം വെച്ചത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്ക്, നമ്മൾ അനസ്തേഷ്യൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, നമ്മള് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അനസ്തേഷ്യ ചെയ്യല്ലേ, പിന്നെ സൂചി നട്ടല്ല, അള്ളാഹു താല കാക്കട്ടെ. മേജർ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ എല്ലിന്റെ ഉള്ളിലേക്ക് സിറിഞ്ച് ചെയ്യുന്ന അല്ലെ, ഭയങ്കര വേദനയാന്ന് പറയുന്നത്. അത് അടിച്ച് കയറ്റിട്ട് എന്ത് ചെയ്യും? അനസ്തേഷ്യ. ആ അനസ്തേഷ്യക്ക് മുമ്പ് അള്ളാഹു താല ഇവിടെ ഒരു അനസ്തേഷ്യ വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നതിന് മുമ്പൊക്കെ ഹദീസുകളിലൊക്കെ കാണാം, മഹാന്മാരോട് കാല് മുറിക്കുന്ന അവസ്ഥയിൽ കള്ളു കുടിക്കാൻ വേണ്ടി പറയും. കാരണം എന്താ? അന്നത്തെ അനസ്തേഷ്യ അതാ. മദ്യപിച്ചാല് ഇയാളെ ലെക്ക് വിടുമ്പോ എന്ത് ചെയ്യാ? ഇയാളുടെ ശരീരം കയറി മുറിക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് പിന്നെ നമ്മള് മെഡിക്കൽ സംവിധാനം കുറെ പുരോഗമിച്ചു, അനസ്തേഷ്യ കണ്ടുപിടിച്ചു. അതിന്റെ മുമ്പ് അള്ളാഹു തആല അനസ്തേഷ്യ വെച്ചിട്ടുണ്ട്. എവിടെയാ? നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് മക്കളെ കൂട്ടിട്ട് പോകില്ലേ, ഓരോ കുന്നിന്റെ മോളും അല്ലേ, അങ്ങനെ പോകുമ്പോ അവിടെ അട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ അട്ട ശരീരത്തിൽ കടിച്ച് പൊരേല് വന്നിങ്ങനെ നോക്കുമ്പോണ്ട് അങ്ങനെ വീർത്ത് വീന്ന്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് തന്നെ സംഭവം. പക്ഷെ നല്ല രൂപത്തിൽ അട്ട ശരീരത്തിന് നല്ല കടിച്ചിട്ട് രക്തം നല്ലോണം വലിച്ചെടുത്തിട്ടുണ്ട്. ഈ വലിച്ചെടുത്ത വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താ അറിയാനത്? കടിക്കുന്നതിന് മുമ്പ് അട്ട ഒരു മരുന്ന് സിറിഞ്ച്, ഭയങ്കര സംവിധാനം, മരുന്നും ഇതൊക്കെ ആയിട്ടാ വരിക. എന്നിട്ട് ഇങ്ങനെ സിറിഞ്ച് ചെയ്തിട്ട് ശരീരത്തിലേക്ക് ഈ മരുന്ന് സിറിഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ വേദന മരയിപ്പിക്കും. അതിന്റെ ശേഷമാണ് മൂപ്പരുടെ പല്ലും കാര്യങ്ങളും, മൂപ്പരതായ രൂപത്തിലുള്ള സംഗതികളൊക്കെ അവിടെ അപ്ലൈ ചെയ്യുന്നതിന് ശേഷമാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു തആല ഇതൊക്കെ കണ്ടുപിടിക്കുന്ന മുമ്പ് അല്ലാഹു തആല ഭൂമിയിൽ ഈ സംവിധാനത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന് എന്തായാലും ആ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു പോകും. മാ ഖലഖത ഹാദാ ബാതില, പഠിച്ച ഇതൊക്കെ വെറുതെയാണോ എന്ന് കണ്ട് സുജൂദിൽ വീണു പോകും. നമ്മളിപ്പോൾ റഡാർ സംവിധാനം ഉണ്ടല്ലോ, റഡാർ സംവിധാനം അല്ലേ, ഒരു വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടാലും പിന്നെ അത് റഡാറിന് വിട്ടിട്ടാണ് പിന്നെ അപകടത്തിൽപ്പെടുന്നത്. റഡാർ സംവിധാനത്തിൽ നിന്ന് വിട്ടുപോയി, ഇന്ന സമയത്ത് വിട്ടുപോയി, പിന്നെ അവർക്ക് അഡ്രസ് ഇല്ല. അപ്പൊ ഈ റഡാർ സംവിധാനമൊക്കെ അല്ലാഹു തആല മുമ്പേ വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ നിപ്പന്റെ പേരിൽ കേരളം കുറെ പ്രയാസത്തിലാണ്. ഞങ്ങളുടെ നാട്ടിന്റെ അടുത്താണ് നിപ്പ വന്നത്. നിപ്പന്റെ ഉടമസ്ഥൻ ആരാണ് പറഞ്ഞത്? വവ്വാലാണ്. ഈ വവ്വാലിന് ദൂരെയുള്ള അതിന്റെ ഭക്ഷ്യവസ്തുക്കളെ കണ്ടെത്താൻ വേണ്ടി അല്ലാഹു തആല ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലെ റഡാർ ഒരു പ്രത്യേകമായ കിരണങ്ങൾ പുറപ്പെടുവിച്ച് അതിൽ തട്ടി അതിൽ നിന്നുള്ള സിഗ്നലുകൾ വവ്വാലിലേക്ക് വന്നാൽ അതിങ്ങനെ പറക്കും. എന്നിട്ട് അവിടെ പോയിട്ട് അത് കഴിച്ചു വരും. ഇല്ലെങ്കിൽ ഈ ജീവിയൊക്കെ ചെയ്യുക, ഈ പിന്നെ മലേഷ്യന്നും അവിടെ നിന്നൊക്കെ വന്നുകള് നമ്മുടെ നാട്ടിലേക്ക് ദേശാടന പക്ഷികൾ വരുന്നില്ലേ, ദേശാടന പക്ഷികളൊക്കെ വരുന്ന ഭയങ്കര സംവിധാനം. ആ ദേശാടന പക്ഷികൾ വരുമ്പോ അതിന് കുറെ ടെക്നിക്കുകളുണ്ട് അല്ലേ. നിങ്ങൾ മേലോട്ടൊക്കെ എങ്ങനെ കാണാം, ഒരു കൂമ്പാരം പോലെ പോകുന്നുണ്ടാകാം അല്ലേ. അതിനങ്ങനെ പോകുന്നത് കണ്ടില്ലേ? ഒന്ന് മുന്നിലുണ്ട്, എങ്ങനെ വേക്കോട്ട് വെച്ചിട്ടാ പോകുന്നുണ്ടാകും. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം ഇത് ഈ സ്ട്രൈറ്റ് നിൽക്കുന്ന വർക്കൂല ഒരിക്കലും. എങ്ങനെയാ വർക്കുന്നത്? ഒന്ന് മുന്നിൽ വരിക. അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ വായുമണ്ഡലത്തെ കീറി മുറിക്കാൻ ആദ്യത്തെ ആൾക്ക് ശേഷം എഫേർട്ട് കൂടുതലാണ്. അതിങ്ങനെ കീറി മുറിക്കുമ്പോൾ പിന്നെ ബേക്കിലുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ നല്ല ആ വായു ഒന്ന് പിന്നെ ശരിപ്പെട്ട് കിട്ടും. എന്നിട്ട് അതിന്റെ ബലത്തിലാണ് ഈ പക്ഷികൾ മൈലുകളോളം സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഈ മുന്നിലുള്ള ക്യാപ്റ്റന് ക്ഷീണം വന്നാൽ കുറച്ച് അയാൾ മാറും, അടുത്താൾ കയറും, പിന്നെ അടുത്താൾ കയറും. അങ്ങനെ അല്ലെങ്കിലും ഈ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ നമ്മളെ വിമാനത്തിലൊക്കെ ഇന്ധനം എത്ര നിറയ്ക്കുന്നുണ്ടല്ലേ, ഇന്ധനം ഫുള്ളാക്കിയിട്ടാണ് പോകുന്നത്. ഈറ്റിങ്ങൾ ഈ ചെറിയ ശരീരത്തില് ഈ ഇന്ധനം നിറച്ചിട്ടാണ് നിൽക്കാതെ പറക്കുന്നത്. ഈ ഉറക്കമൊക്കെ ഈ പറക്കലിൽ തന്നെയാണ്. ഒരു മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം ഉറങ്ങുമ്പോൾ മറുഭാഗം ഉദ്ദീപിച്ചു നിന്നുകൊണ്ടാണ് ഈ പറവകൾ സഞ്ചരിക്കുന്നത് എന്നാണ്. ഈറ്റിങ്ങൾ ഇങ്ങനെ പറക്കുമ്പേ ഈറ്റിങ്ങൾ ഉറങ്ങണ്ടേ, ഇതിന്റെ മേൽ മരമൊന്നുമില്ലല്ലോ, ആകാശം മരമൊന്നുമില്ല, ഇതിന്റെ മേലെ ഇതിങ്ങനെ പറക്കും. എങ്ങനെയാ ഉറങ്ങുന്നത്? ഒരു ഭാഗം ഉറങ്ങുമ്പോൾ മറുഭാഗം ഉണർന്നു നിൽക്കുകയും അതിന്റെ ബലത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗത്തിന് ഉറക്കം വരുമ്പോൾ ഈ ഭാഗം ഉണരും. അത്രയും വലിയ സംവിധാനങ്ങൾ ഈ ലോകത്ത് സ്വമേധയാ ഉണ്ടായതാണ് എന്ന് പറയണമെങ്കിൽ
ഞാനത് പറഞ്ഞതിന്റെ താല്പര്യം ഇല്ലല്ലോ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, അതിൽ നിന്ന് പോയതാണ്. എല്ലാം മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, എല്ലാ മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചെന്ന് പറയും. ഇതൊക്കെ മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യ, നീ ഒന്ന് ചിന്തിക്കുന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നീ ഇതൊക്കെ കണ്ടിട്ടൊന്ന് ചിന്തിക്ക്, ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു റബ്ബുണ്ട് എന്ന് നീ ഒന്ന് ചിന്തിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല ഈമാൻ നമുക്ക് ഉറപ്പിച്ചത്. പഠിക്കുന്തോറും അള്ളാഹുവിനെ കൂടുതലായിട്ട് വിശ്വസിക്കാനാണ് ഒരാൾക്ക് കഴിയും. അങ്ങനല്ലേ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിച്ച് അവസാനം മുസ്ലിമായി. ഈ പഠനം പൂർത്തിയാകാത്ത ആളുകളാണ് എന്ത് ചെയ്യുക, പിഴച്ചു പോകുന്നത്. നമ്മളിൽ നിന്ന് ചില ആളുകൾക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ, അവരെ കണ്ട് നമ്മൾ വല്ലാണ്ട് വേദനിക്കാറുണ്ട് അല്ലേ. ഈ കുറെ കാലം മതം പഠിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ പോയിട്ട് ഇപ്പോൾ മതത്തിനെതിരെ പ്രസംഗിക്കുന്ന, അതൊക്കെ അള്ളാന്റെ പരീക്ഷണമാണ്. ഇതൊക്കെ പറയാൻ നമുക്ക് തോന്നുന്നത്, ഈ ചങ്ങായി 10-20 കൊല്ലം പഠിച്ചു എന്നിട്ട് ഇവൻ പറയാൻ കേട്ടില്ല, അപ്പൊ അതിന്റെ അർത്ഥം അതല്ല തന്നെയാണ് എന്ന് നമ്മളെ ചിന്തിച്ചു. ആ ഇബ്ലീസ് നമ്മളെയും കൂടി പേപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു പടച്ചത് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യ നിനക്ക് വേണ്ടിയാണ് അല്ലാഹു പടച്ചത്. പാമ്പിനെ പോലും പടച്ചത് നിന്റെ ജീവിതം സ്വൈര്യമാകണം എന്ന് വെച്ചിട്ടാണ്. നിന്റെ ജീവിതത്തിൽ നീ ശ്വസിക്കുന്ന വായു അത് ശുദ്ധിയാവണം എന്ന് വെച്ചിട്ടാണ് മനുഷ്യ പാമ്പിനെ അല്ലാഹു പടച്ചത് എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമ്മളൊരു കച്ചവടം തുടങ്ങി നമ്മൾ നല്ലൊരു മാനേജറൊക്കെ നോമിനേറ്റ് ചെയ്തു. കച്ചവടം ഇങ്ങനെ ഉഷാറായിട്ട് പൈസ ഒക്കെ ഇറക്കി, അതിന്റെ പടവളപ്പിൽ ഇങ്ങനെ നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മാസം കഴിഞ്ഞപ്പോൾ അതങ്ങ് പൂട്ടിപ്പോയി. അപ്പൊ ചോദിക്കാണ്, എന്താ പൂട്ടിയത്? അത് മാനേജർ ശരിയില്ല, അയാൾ കുറെ പൈസ മുക്കി കട്ടു, പിന്നെ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ സംവിധാനം പൂട്ടിയതാണ്. ഈ 4 ചുമരിന്റെ ഇടയിലുള്ള ഈ ഒരു സംവിധാനം ഒരു മാനേജർ ഇല്ലാത്തതിനെ ഒരു പൂട്ടിപ്പോവാണ്. എന്നാൽ ഈ ലോകമാകുന്ന അഖിലാണ്ട കടാഹത്തിന്റെ ഉടമസ്ഥൻ ഒരിക്കലും തന്നെ ഈ ഭൂമി പൂട്ടിപ്പോയില്ലല്ലോ. നമുക്ക് ജീവിക്കാനുള്ള വായു മുടങ്ങിപ്പോയില്ലല്ലോ. റൂമിന്റെ ഉള്ളിലും നമ്മൾ കിടക്കുന്ന സമയത്ത് ആ റൂമിന്റെ ഉള്ളിലേക്കും വായു തന്നുകൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്തി അവിടെയും ആ മാനേജർ ഉണർന്നിരിക്കുകയാണ്. നിന്റെ ശരീരം വല്ലാതെ തളർന്നുപോയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവിടെ നിന്ന് നിന്റെ ശരീരത്തിന് ഉത്തേജനം നൽകി നിന്റെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. അവിടെയും നിന്റെ മാനേജർ ഉറങ്ങിപ്പോയില്ലല്ലോ. ഒരു മനുഷ്യൻ അതാ നടക്കുന്ന സമയത്ത് അവന്റെ കാലിൽ ബലത്തോടുകൂടെ എത്ര കാര്യക്ഷമതയിലും നടന്നു പോകാനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ പള്ളിയിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് താഴെ നിന്റെ കാല് കുഴഞ്ഞു വീണുപോയില്ലല്ലോ. അവിടെയും നമ്മുടെ മാനേജർ വളരെ ഉണർന്നിരിക്കുന്നുണ്ട്. നിന്നെ പടച്ചതു മുതൽ ഈ സമയം വരെ 10, 30, 40, 50, 60 കൊല്ലം വരെ നിന്നെ ഇങ്ങനെ ആരോഗ്യത്തോടെ കൊണ്ടുപോയത് ഇതൊരു യാദൃച്ഛികമായ സഞ്ചാരമല്ലല്ലോ. ഈ സഞ്ചാരമല്ല എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടാകുമ്പോ ആ മനുഷ്യന്റെ ഈമാൻ ദൃഢമാകുന്നു. അതാണ് ഇനി ഒരു മനുഷ്യന് ഈ ലോകത്തുള്ള എല്ലാം അള്ളാഹുവിന് മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ, മനുഷ്യ നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യം നമ്മോട് ചോദിക്കണമല്ലോ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. എന്തിനാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവകും, ഒരു പരീക്ഷണത്തിന്റെ ലോകമാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഭംഗിയായ അമലുകൾ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, അഹ്സനു അമല എന്ന് പറയുന്നത് എങ്ങനെ നല്ല രൂപത്തിൽ അമൽ ചെയ്യുന്നത് ആരാ നോക്കേണ്ടിയിട്ടാണ് പറഞ്ഞത്. അക്സറു അമല, ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്നത് ആരാ നോക്കാനാണ് നല്ല പറയുന്നത്. സുന്നത്ത് കൂടുതൽ നിസ്കരിക്കുന്ന ആള് ആരാണെന്ന് നോക്കാനാണ് നല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അഹ്സനു അമല, ചെയ്യുന്ന അമല് നല്ല ഇഖ്ലാസ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ്. കൊടുക്കുന്നത് ചെറിയൊരു പൈസയാണ് സംഭാവന കൊടുക്കുന്നത്, പക്ഷെ നല്ല നിയ്യത്തിലാണ്. നിസ്കരിക്കുന്നത് കുറച്ചേ ഉള്ളൂ, കുറേ ഒന്നും നിസ്കരിക്കും, പക്ഷെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അവന്റെ മനസ്സ് അല്ലാഹുവില്ല. അതേസമയം കുറേ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, മനസ്സ് അല്ലാഹുവിലല്ല. കുറെ സലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ദിക്ർ ഇങ്ങനെ ചെല്ലുന്നുണ്ട്, അതിലൊന്നും അള്ളാഹുവിലേക്ക് കണക്ട് ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ചെയ്യുന്നത് കുറച്ചാണെങ്കിൽ ഉള്ളത് കാമ്പായിരിക്കണം അല്ലെ. നമ്മൾ ഈ
പിന്നെ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഓല് കുറേ നെല്ലിത്തരിയിലെ ചോറ് കൊണ്ടുപോവോ? വലിയ ചെമ്പില് ചോറ് വെച്ചത് കൊണ്ടുപോകില്ലല്ലോ. ഓല് ചെറിയ 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 ക്യാപ്സൂളുകളാണ് അവർ കൊണ്ടുപോകുന്നത് അല്ലെ. ഈ വൈറ്റമിനൊക്കെ നിറച്ചു വെച്ച ചെറിയ ചെറിയ ക്യാപ്സൂളുകളാണ് അവർ കൊണ്ടുപോകുന്നത്. അത് കഴിച്ചാൽ തന്നെ അവർക്ക് എനർജറ്റിക് ആയി മാസങ്ങളോളം ചെറിയൊരു മുട്ടായി ഭാഗത്ത് നിന്നാൽ അപ്പോ കുറച്ചാണെങ്കിൽ അതിന് നല്ല ഫലമുണ്ടാകും എന്നതാണ്. അതുപോലെ അമലുകൾ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഇഖ്ലാസോടെയാണെങ്കിൽ അതുകൊണ്ട് അവന് വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല അവൻ ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടെയാണോ എന്ന് അന്വേഷിക്കുകയാണ്. അഹ്സനു അമലാ, അമൽ ചെയ്യുന്നത് നല്ല രൂപത്തിലാണോ എന്ന് ചോദിക്കുകയാണ്, എന്ന് അന്വേഷിക്കുകയാണ്, എന്ന് പരീക്ഷിക്കുകയാണ്. ഈ ആയത്തിൽ തന്നെ ആയത്ത് തുടങ്ങുന്നത് നിങ്ങൾ കണ്ടോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന് പറയുന്നത്. അല്ലാഹു തആല മരണത്തെ സൃഷ്ടിച്ചു, ജീവിതത്തെ. ശരിക്കും മരണത്തെ സൃഷ്ടിച്ചു എന്നല്ലല്ലോ പറയേണ്ടത്, ഖലഖൽ ഹയാത വൽ മൗത എന്നല്ലേ പറയേണ്ടത്. കാരണം ജീവിച്ചതിന് ശേഷമല്ലേ മരിക്കുന്നത് നമ്മൾ. പക്ഷെ അല്ലാഹു തആല ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് പറഞ്ഞത്. എങ്ങനെ? ഖലഖൽ മൗത വൽ ഹയാത എന്ന് പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? യെസ്, അത് തന്നെയാണ്. മരണത്തിന് ശേഷമാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് മരണത്തെ, ഈ ജീവിതം ഒരു കണക്ക് കൂട്ടാൻ തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ ജീവിതത്തിലേക്ക് പരാമർശിക്കുന്ന എന്തെങ്കിലും ഒന്ന് അല്ലാഹു തആല പറയണ്ടേ അല്ലേ? ഈ ജീവിതം മതാഉൽ ഖുറൂർ, അത് വെറും വഞ്ചിക്കുന്ന ചരക്കുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊക്കെ കാണുന്ന സമയത്ത് പഠിച്ചാൽ ഇതന്നെ ഉള്ളൂ, ദുനിയാവിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മരിക്കുകയാണ് അല്ലേ? അങ്ങനെ മരിക്കുന്ന ആളുകൾ, അയാളോടാണ് വിശുദ്ധ ഖുർആൻ ഈ സൂചിപ്പിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും പഠിച്ചവനാണ് അല്ലാഹു തആല. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് അല്ലേ, എത്ര ആളുകൾ ഈ ലോകത്ത് സുഖമൊന്നും കിട്ടാതെ മരിച്ചുപോയി എന്ന് മാത്രമല്ല, എത്ര ആളുകൾ അനാഥമായി. നമ്മളൊക്കെ കാണുമ്പോൾ ഹൃദയം പൊട്ടുന്ന അനാഥ മക്കളിൽ അവർക്ക് എന്ത് സന്തോഷമുള്ളത്. നമ്മുടെ നാട്ടിൽ പോയിട്ട് മക്കളെ തോളിലെടുക്കുകയും മക്കളോട് കളിക്കുകയും കിന്നാരം പറയുകയും ടൂറ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ അതേ പ്രായത്തിലുള്ള എത്ര മക്കളാണ് വാപ്പയൊന്ന് കാണാൻ പോലും കഴിയാതെ കരയുന്നത്. വാപ്പയുടെ മയ്യത്തിന് മുമ്പിൽ വാപ്പ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചെല്ലുന്ന എത്ര മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് പിന്നെ ആ സ്നേഹം കിട്ടിയില്ലല്ലോ. ഈ ലോകം അവിടെ അവസാനിക്കുകയാണെങ്കിൽ എന്ത് നീതിയാണുള്ളത്? ഇനി നിങ്ങൾ നോക്കൂ, പല നാടുകളിലും നമുക്കറിയാം ഫലസ്തീനിൽ നടക്കുന്നത് എന്താണ്. ഫലസ്തീനിൽ ഒരു അജണ്ടയുണ്ട് IDF-ന്, ഇസ്രായേലിന്. എന്താണ് അജണ്ട? ചെറിയ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക. എങ്ങനത്തെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള കുഞ്ഞുങ്ങളെ അനാഥമാക്കുക എന്നതാണ്. അനാഥമാക്കുക എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ വാപ്പയെയും ഉമ്മയെയും വെടിവെച്ച് കൊല്ലുന്നു, അവരെ ഉന്മൂലനം ചെയ്യുന്നു. ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ളവരെ മുഴുവനും കൊല്ലുകയാണ്. ഈ കുട്ടിയെ പിന്നെ സ്വസ്ഥമായി വിടുന്നുണ്ടോ? ഇല്ല. ഈ കുട്ടിയുടെ ശരീരത്തിൽ കൈ അംഗവിച്ഛേദം നടത്തുകയാണ്. ആ കുട്ടിയുടെ കാല് മുറിച്ചു മാറ്റുകയാണ്. എന്നിട്ട് എന്താണ് അവർ പറയുന്നത്? ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു ചോദ്യചിഹ്നമായി ഈ കുഞ്ഞുങ്ങൾ മാറണം. നമ്മളെ കുട്ടിക്ക് കാലിന് ചെറിയൊരു മുറിവ് വന്നപ്പോ നമ്മൾ തോളിൽ നിന്ന് ഇറക്കുന്നില്ലല്ലോ ആ കുട്ടിയെ. നമ്മുടെ കുട്ടിയുടെ കൈ പൊട്ടിയൊന്ന് പ്ലാസ്റ്റർ ഇട്ടാൽ അതിനോട് നമുക്ക് കൂടുതൽ സ്നേഹവും വാത്സല്യവുമാണ്. ഇങ്ങനെ സ്നേഹിക്കാനും വാത്സല്യപ്പെടാനും ഉമ്മയോ ഉപ്പയോ വലിയുപ്പയോ വലിയമ്മയോ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി സൃഷ്ടിക്കുക എന്നുള്ള ഏറ്റവും വലിയ ക്രൂരവും ഏറ്റവും വലിയ നിഷ്ഠൂരവും മൃഗീയമെന്നൊരിക്കലും പറയാൻ പറ്റൂല. കാരണം മൃഗങ്ങൾക്ക് ഇതിലും കൂടുതൽ സ്നേഹമുണ്ട്. അങ്ങനെ ക്രൂരവും നിഷ്ഠൂരവുമായ രൂപത്തിൽ കുഞ്ഞുങ്ങളെ ആക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൈശാചിക രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇസ്രായേല് ഇങ്ങനെ നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊരു സ്വർഗം വേണ്ടേ? ഇല്ലാതെ ഈ ലോകത്ത് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? അല്ലേ? ഈ കുഞ്ഞുങ്ങളൊക്കെ പൊട്ടന്മാര്, നമ്മളെ മക്കളൊക്കെ ഉഷാർ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അല്ലാഹു തആല അഹ്കമുൽ ഹാക്കിമീന, എല്ലാം കൃത്യമായിട്ട് അളന്ന് മുറിച്ചിട്ടേ അല്ലാഹു തആല അങ്ങോട്ട് നടപ്പിലാക്കും.
നാളെ പരലോകത്ത് വെച്ചിട്ട് അള്ളാന്റെ നീതി എത്ര ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറയും, മോനെ എങ്ങോട്ട് വാ, ഒരു കാര്യം ചെയ്യാം, നിന്റെ കാര്യങ്ങൾ സ്വർഗത്ത് പോണോ നരകത്ത് പോണോ ശിക്ഷ എന്നൊക്കെ ഉള്ള ഞാനങ്ങ് ഒഴിവാക്കാം, നീ എന്ത് ചെയ്തു, ഉമ്മ നിന്റെ മാതാവ് ഇത് നടപ്പിലാക്കിക്കോട്ടെ എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് ഉമ്മാക്കൊരു പ്രത്യേകത ഉണ്ട്. വാപ്പ കുറെ അടിച്ചാലും ചീത്ത പറഞ്ഞാലും അവസാനം ചെല്ലാനുള്ള ഒരു അഭയം ഉമ്മാന്റെ അടുത്താണ്. ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോനെ നീ സങ്കടപ്പെടണ്ട, ഉമ്മയുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കും. ഏത് വേദനകൾക്ക് നടുവിലും ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മുടെ ഉമ്മമാർ. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തോടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും വിസ്തരിക്കാനുള്ള ഒരു സമയം ഞാൻ തരാം, ഞാനിതാ നിന്നിൽ നിന്ന് ബരിആണ്, ഞാൻ ഒഴിഞ്ഞു നിൽക്കാമെന്ന് അല്ലാഹു പറയുന്നൊരു സമയം. ആ സമയത്ത് നമ്മൾ പറയും, വേണ്ട ഉമ്മ വേണ്ട, പടച്ച റബ്ബായ നീ തന്നെ മതി. അല്ലാഹു തആല ഏറ്റവും റഹീമാണ് അല്ലേ? നമ്മള് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ വയത് പറയാൻ പറയല്ലേ, എത്ര കഷ്ണാക്കി? 100 കഷ്ണം അല്ലേ? റഹ്മത്തിനെ 100 കഷ്ണാക്കിയിട്ട് അതിൽ ഒന്ന് മാത്രമായി ദുനിയാവിലേക്ക് അല്ലാഹു തന്നത്. ആ ഒന്നിന്റെ ബലങ്ങളൊക്കെ ഒരു കുട്ടി കിണറ്റിൽ വീണു. കിണറ്റിൽ വീണപ്പോ ആ കുട്ടീന്റെ പിന്നാലെ എടുത്തു ചാടുകയാണ് ആര്? ഉമ്മ. ഈ ഉമ്മാക്ക് കിണറ്റിലേക്ക് സത്യത്തിൽ എത്തി നോക്കാൻ തന്നെ പേടിയാണ്. കിണറ്റിലേക്ക് ഏണ്ടു നോക്കാൻ പേടിയാണ്, ഏണ്ടു നോക്കാതെ എത്തി നോക്കുക അല്ലെ, എത്തി നോക്കാൻ തന്നെ പേടിയാണ്. അങ്ങനത്തെ ഉമ്മയാണ് കുട്ടി കിണറ്റിൽ വീണപ്പോ എടുത്ത് ചാടുന്നത്. അപ്പൊ ആ ഉമ്മാന്റെ മനസ്സിലുള്ള കൃപയും റഹ്മത്തും എത്രയാണ്. ഇതിന്റെ 99 സാധനം അല്ലാഹു തആല അവിടെ സ്റ്റോക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നാണ് നമുക്ക് കഥ. അല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ആ ഫാത്തിഹയിൽ തന്നെ അർ-റഹ്മാനുർ റഹീം, വേറൊന്നും റഹ്മാനുർ റഹീം എന്നുള്ള എവിടെ നോക്കിയാൽ അല്ലാഹു തആല അള്ളാഹിന്റെ ഇസ്മിനോട് ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെട്ട 99 നാമങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ഏതാ? റഹ്മത്താണ്. അങ്ങനത്തെ റഹീമായ അള്ളാഹു, അങ്ങനത്തെ റഹീം അല്ലാഹു തആലാന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആ റഹീമായ അള്ളാഹു നമ്മളെന്താ പറഞ്ഞത്? എഴുതാ പോലെ സ്നേഹം. ഉമ്മാക്ക് ഏറ്റവും റഹീം, ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലേ ആ ഉമ്മാനോട്. പരലോകത്ത് വെച്ചിട്ട് നമ്മൾ അല്ലാഹു തആല നമ്മോട് പറയും, ഉമ്മ എന്ത് ചെയ്തോട്ടെ, നിങ്ങളുടെ ഇതൊക്കെ വിസ്തരിച്ചോട്ടെ എന്ന് പറയും. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും അല്ലാഹു തആല അളന്ന് മുറിച്ചങ്ങ് തരും. ഒരാൾക്കൊരു പരാതി ഉണ്ടായില്ല, പിന്നെ ഒരു അപ്പീൽ അർപ്പിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ഹൈക്കോടതിയിലേക്കൊക്കെ പോകുക. അങ്ങനത്തെ ഒരു കോടതിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ മനുഷ്യനെ സുബ്ഹാനല്ലാഹ് ഇതിൽ നിന്നൊന്നും മാഞ്ഞു പോയിട്ടില്ല, ചെയ്തത് മുഴുവനും അതിലുണ്ട്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഉൾപ്പെടുത്തൽ മാത്രമല്ല, ചെയ്തതൊന്ന് വള്ളി പുള്ളി മുറിയാതെ അതിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളെങ്ങോട്ട് ബോധിപ്പിച്ചു വരും അല്ലാഹു തആല. അങ്ങനെയാണ് അല്ലാഹു നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ലോകത്തുള്ള മരണത്തെയാണ് അല്ലാഹു ആദ്യം പരാമർശിച്ചത്, പിന്നെ ജീവിതത്തെയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാവണം. മരണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും തന്നെ വളരെ ടെൻഷനിലായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. പിന്നെ കുടുംബമില്ല, കുട്ടികളുമില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ മാറേണ്ടതില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇബാദത്തുകളിൽ പെട്ടതാണ് അവന്റെ ഭാര്യ, അവന്റെ മക്കളൊക്കെ അവന്റെ ഇബാദത്തിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ മക്കളുള്ള ആളും മക്കളില്ലാത്ത ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മക്കൾ സ്വാലിഹീങ്ങളായാൽ അതിലേറെ വ്യത്യാസമുണ്ട്. അതേസമയം മക്കൾ തമ്മാടിയായാൽ വേറെ വളരെയധികം ദുരന്തപരമായ വ്യത്യാസമുണ്ട്. പക്ഷേ സ്വാലിഹായ ഒരു കുട്ടി ലോകത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ബേജാറാവേണ്ട ആവശ്യമില്ല അല്ലേ? ഇന്ന് ബേജാറ് കൂടുതലാണ്. നാം ഇപ്പൊ ചൈനയൊക്കെ മാറിയിട്ടുണ്ട് കുറെ അല്ലേ? ചൈന എന്താണ്, ഒരു കുട്ടി സമ്പ്രദായം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, ഖശിയത്തയും ലാ തഖ്തുലു ഔലാദക്കും ഖശിയത്തയും ലാ, പട്ടിണി ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലരുത്, ഇല്ലായ്മ ചെയ്യരുത്. ഈ ഒരു ആയത്ത് എത്ര അർത്ഥഗർഭമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ചൈന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുവാക്കളില്ല അവിടെ.
യുവാക്കളുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും നടക്കുള്ളൂ അല്ലേ? ഇവിടെ വന്നിട്ട് 4 കസേര പിടിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പരമായിട്ടുള്ള നല്ല യുവാക്കൾ വേണം അല്ലേ? അല്ലെങ്കിൽ കസേര അവിടെ തന്നെ ഉണ്ടാവും. അതേ സമയത്ത് കുറേ വയസ്സായ ആളുകൾ, ഇവിടെ ഇപ്പോൾ വയസ്സായെന്ന് പറയാനുള്ള ആൾക്കാരൊന്നുമില്ല, പക്ഷെ കുറേ വയസ്സായ ആളുകൾ ഓലെ പിടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇരുത്തേണ്ടി വരും അല്ലേ? അടുത്ത് വരുമ്പോഴേക്ക് തന്നെ തൂക്കി പിടിച്ച് ഇവിടെ കൊണ്ടുപോയി ഇരുത്തേണ്ടി വരും. ചൈന ആ അവസ്ഥയിലാണ് ഉള്ളത്. ചൈനയിൽ യുവാക്കളില്ല. അവരിപ്പോ എന്താ, പ്രസവിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ആ ക്രമത്തെ ചോദ്യം ചെയ്തപ്പോ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തെ ഒക്കെ അത്രയും മഹിതമായൊരു ദർശനമായി മുന്നോട്ട് വെച്ചു. നമ്മളിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ട ആളുകളല്ല. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ അമലുകൾ എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരവും നോമ്പും മാത്രമല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു 3 സ്വഹാബികൾ വരികയാണ്. 3 സ്വഹാബികൾ വന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡായ പുതിയാപ്പിളയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിസ്തരിച്ചു കൊടുത്തു, നബി തങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾ തീരുമാനമെടുത്തു, ഞാനിനി രാത്രി മുഴുവനും നിസ്കാരമാണ്, ഉറക്കില്ല. മറ്റൊരാൾ തീരുമാനമെടുത്തു, ഇനി എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്, നോമ്പൊഴിയൂല. മറ്റൊരാൾ തീരുമാനമെടുത്തു, ഇനി ഞാൻ എൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് പോകൂല, എൻ്റെ ഭാര്യയെ ഞാൻ ഒഴിവാക്കി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇങ്ങനെ 3 ആളുകൾ വന്നിരുന്നു. അവർ 3 ആളുകൾ അങ്ങയുടെ ജീവിതത്തെ ചോദിച്ചിട്ടുണ്ട്. ആ ജീവിതത്തെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അവർ തീരുമാനമെടുത്തത് ഇങ്ങനെയാണ് ഹബീബരെ, അവരിന് ജീവിതത്തിൽ ഭാര്യയെ സമീപിക്കുകയില്ലെന്ന് പറഞ്ഞവരുണ്ട്, രാത്രി മുഴുവനും നിസ്കാരമാണെന്ന് പറഞ്ഞവരുണ്ട്, ജീവിതത്തിൽ മുഴുവനും നോമ്പാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മൻ റഇബ അൻ സുന്നത്തി ഫഹുവ ലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് ഒരാൾ പിറകോട്ട് പോയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്, ഞാൻ അതുപോലെ ഭാര്യമാരുടെ അടുത്ത് പോകാറുണ്ട്, അതേസമയം ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങാറുണ്ട്, അവരുടെ അടുത്ത് പോകാറുമുണ്ട്, ഇബാദത്തുകൾ ചെയ്യാറുമുണ്ട്, ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട്. ഇങ്ങനെ സമ്മിശ്രമായ ജീവിതമാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ ചര്യ. ആ ചര്യക്കപ്പുറത്തേക്ക് ഒരാൾ ചിന്തിച്ചാൽ ഫഹുവ ലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ഷഫീഉൽ വറാ മുഹമ്മദുൽ മുസ്തഫ. നമ്മളിങ്ങനെ വയൽ കേട്ടിട്ട് പിന്നെ ഫുള്ള് നിസ്കാരമായിട്ട് പെണ്ണുങ്ങൾ സ്വീപ്പായി പോകും, പിന്നെ പോലെ നാട്ടിലേക്ക് വിളിക്കുന്നില്ല, അങ്ങനല്ല. അതൊക്കെ ഇബാദത്ത് തന്നെയാണ് അല്ലേ? അല്ലാഹു തആല കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം നൽകുമാറാകട്ടെ. അപ്പോ മരണത്തെക്കുറിച്ച് അതേ സമയം നമുക്ക് ചിന്തയും വേണം. നമ്മൾ കാര്യപരിപാടി കല്യാണത്തിരക്ക് കൊണ്ട് കാലത്ത് മറന്നു എന്നറിയണല്ലേ അല്ലേ? നമ്മുടെ നാട്ടിൽ പറയും, നാട്ടിൽ പറയുന്നുണ്ടോ? ശരിങ്ക എന്താ വെച്ചാൽ തിരക്കിൻ്റെ ഇടയിൽ കാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി. അങ്ങനെ മറന്നു പോകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. ആ മറവിയാണ് മനുഷ്യന് ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത്. ആ മറവിയാണ് മനുഷ്യനെ ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത്. കുറച്ച് നമുക്ക് വലിയ സൗകര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്തിനാണ് അള്ളാന്റെ ദീൻ ഇവിടെ അടിച്ചു പൊളിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം നമ്മൾ മുടക്കുകയാണ്. നമുക്ക് പിന്നെ മക്കളാവേണ്ടത് കളക്ടറും ഡോക്ടറും ഒക്കെയാണ്. അങ്ങനെ വിചാരിച്ചിട്ട് മതപരമായ മാർഗത്തിൽ നമ്മളെ മക്കളെ മാറ്റി അല്ലേ? ഈ ഇഫാൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയില്ലേ? ചെറിയ കുട്ടിയല്ല, 5 ആൾക്കാരെ കൊന്നില്ലേ? വല്യപ്പാനെ കൊന്നു, വല്യമാനെ കൊന്നു. അവസാനം ചെറിയ അനുജനുണ്ട്, ഓന് മന്തി ഇഷ്ടമാണ്. നിങ്ങൾ കഴിച്ചില്ലേ വാർത്ത? മന്തി ഇഷ്ടമാണ്. ഓനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് മന്തി ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ തലക്കടിച്ചു കൊന്നു ആ മന്തി കഴിക്കുന്നതിന് മുമ്പ്. ഇപ്പം അടുത്തൊരു 5-8 മാസം മുമ്പ് നമ്മുടെ കേരളത്തിലാണ്. ഇങ്ങനെ ഇഫാൻമാരും അതേപോലെ ഈങ്ങാപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരൻ, 25 വയസ്സായ ചെറുപ്പക്കാരൻ ഉമ്മാനെ കൈത്തറുത്ത് കൊന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ബാക്കത്തിയായിട്ട് പോയിട്ട് പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാനെ കൊന്നിട്ടുണ്ട്, അത് എൻ്റെ ഉമ്മ എനിക്ക് ജന്മം തന്നതിനുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞ സാഹചര്യം. നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് നല്ലോണം കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടുന്ന ചില ബാഡ് മെസ്സേജുകൾ അവരുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അവരെ ക്രിമിനലുകളാക്കുന്ന നമ്മൾ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞു.
ഓരോ കുട്ടിയെയും യുമജ്ജിസാനിഹി യുവഹിദാനിഹി, അവരെ മജൂസികളാക്കുന്നത് യഹൂദന്മാരാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ഇപ്പോഴത്തെ ആധുനിക സൈക്കോളജി പറയുന്നത് മക്കൾക്ക് ചില കുട്ടികൾക്കൊക്കെ ബുദ്ധി എന്ത് ചെയ്യാണ്ട് പോകുന്നുണ്ട്, ഈ വായിച്ചു കൊടുത്താൽ അവർക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. നമ്മൾ ഓരോ മട്ടലെടുത്ത് തള്ളിയിട്ടൊന്നും കാര്യമില്ല, അവർക്ക് മനസ്സിലായാലാണ് അല്ലേ. അവരുടെ മൈൻഡിന് വന്ന പ്രശ്നമാണ്. എന്തുകൊണ്ടാണ്? നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾ നമ്മളൊരു മുട്ടിട്ട് കഴിയാനാകുമ്പോൾ ഒരു പണി ചെയ്യും. കുട്ടികളടുത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഒരു തലക്കാണിയൊക്കെ ഇപ്പുറം തലക്കാണി ഇങ്ങോട്ടും തിരിയാൻ അവർ അവിടെ മറന്ന് കിടന്നോളണം അല്ലേ. അങ്ങനെയില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് കൂടിത്തിരി അല്ലേ. നിങ്ങളൊക്കെ കുറെ കാലം മുമ്പ് വളർത്തിയതല്ലേ കുട്ടികളെ കൊണ്ട് ഓർമ്മയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതല്ലേ, ഇപ്പൊ പിന്നെ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇങ്ങോട്ട് പോട്ടെ വെച്ചിട്ട് ചില അമ്മമാരൊക്കെ ചെയ്യാറുണ്ട്. അത് വലിയൊരു അപകടമാണ്. കാരണം ഈ കുട്ടി സ്വയം ഇങ്ങനെ ബലം കൊടുത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് മലർന്ന് കിടന്ന് നീന്തണം. അങ്ങനെ നീന്തുമ്പോൾ കുട്ടിയുടെ ശരീരത്തിലുള്ള ഈ ഞരമ്പുകൾ ബലപ്പെടും. അതൊക്കെ ഈ പിന്നെ പഠനത്തിനും ബുദ്ധിയൊക്കെ ബാധിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാം ഫ്രീഡത്തോടു കൂടി വളരുന്ന കുട്ടികൾക്ക് ബുദ്ധിക്കൊക്കെ നല്ല എനർജിയുണ്ട്. അതേസമയം ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ കുട്ടി ഒന്നിനും അല്ലേ. അതേപോലെ തന്നെ കുട്ടി നിലത്ത് ഇതിങ്ങനെ മുട്ടുകുത്തി എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ, നമ്മളിപ്പോൾ ഗൾഫിലൊക്കെയാണ് കൂടുതൽ പ്രശ്നം വരിക. ചെറിയ ഏരിയ ആകുമ്പോൾ അങ്ങനെയാണ് കുട്ടികളെ വളർത്തുക ചിലരൊക്കെ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതേപോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയത്ത് നമ്മൾ നേരെ വാക്കറിലെടുത്ത് വെച്ചിട്ട് ആ കുട്ടി ഒന്നും അറിയാതെ ഇങ്ങനെ നടന്നു പോകും. അത് കാലിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പം ഈ കുട്ടി സ്വന്തം എഴുന്നേറ്റ് നിന്ന് വീണ് അങ്ങനെ തന്നെ പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വളർത്തുന്നതിൽ എന്ന് മാത്രമല്ല, മനുഷ്യന് ധർമ്മപരമായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ചെറുപ്പകാലത്ത് തന്നെ ഒരു കളിമണ്ണിൽ ഒരു മനുഷ്യനെ രൂപീകരിക്കുന്നത് പോലെ, ഒരു കളിമണ്ണിൽ ഒരു 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 കാര്യം ചെയ്യുന്നത് പോലെ, ഒരു രൂപീകരണം നടത്തുന്നത് പോലെ കുട്ടിയെ ചെറുപ്പം മുതൽ തന്നെ വളർത്തി വലുതാക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. ഞാൻ പറയുന്നത് മരണം എന്നുള്ളൊരു സംഭവത്തെ കാണാതെയുള്ള ജീവിതമാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് മതവിദ്യാഭ്യാസം വേണ്ട എന്ന് ചിന്തിക്കുന്ന കാലമാണ്. ഉമ്മ പറയുന്നു 4ാം ക്ലാസ്സിലുള്ള കുട്ടി 5ലേക്കാണ് ജയിച്ചത്, ഇനി അവനെ ഇപ്പൊ തന്നെ ട്യൂഷന് വിട്ടിട്ടില്ലെങ്കിൽ 10+ നമ്മൾ പ്രതീക്ഷിക്കണ്ട, അതുകൊണ്ട് മദ്രസയിലെ ഉസ്താദിനോട് പറ ഇനി വിളിക്കണ്ടെന്ന് എന്ന് പറയുന്ന വളരെയധികം ചിന്ത കുറഞ്ഞ മാതാപിതാക്കളുള്ള കാലമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ മാറേണ്ടതുണ്ട്. മരണമാകുന്ന ലോകത്തേക്ക് നമ്മൾ ഒരുപാട് സംവിധാനിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ വിഷയത്തിലും അമലുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല വലിയ വിജയങ്ങൾ നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങളെ കാണാൻ വേണ്ടി കഴിയണം. അതിന് മാത്രമുള്ള ഈമാൻ വളരണം. നിങ്ങൾ നോക്ക്, മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഈസുൽ സാഹിദീൻ, സാഹിദീങ്ങളുടെ പ്രസിഡന്റാണ്, അധ്യക്ഷനാണ്. ഈ ലോക പരിത്യാഗത്തിന്റെ നേതാവാണ് ആര്? ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അതാ ബൽഖ സാമ്രാജ്യത്തിന്റെ അധിപനാണ്. വിശാലമായ ചരിത്രമാണ്, ഞാൻ അതിലേക്ക് കിടക്കുകയല്ല. ആ വലിയ സാമ്രാജ്യത്തിൽ നിന്ന് മഹാനവറുകൾ ഇറങ്ങി പുറപ്പെട്ടു പോയി. രാജാവിന്റെ എല്ലാ സൗകര്യങ്ങളും അല്ലേ, രാജാവിന്റെ സൗകര്യങ്ങൾ ഭയങ്കരല്ലേ അല്ലേ. ഇപ്പോഴും നമ്മള് പിന്നെ ഇവിടെ പാലസുകളില്ലേ, പാലസിൽ ജോലി ചെയ്യുന്നവരുണ്ടോ അല്ലേ? ഞാൻ 1-2 തവണ അവിടെ പോയിരുന്നു. നല്ല അത്രയും ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ആ പാലസ് ഇപ്പൊ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അടുത്ത സിസ്റ്റം ഒരു കൊട്ടാര സമാനമായ സിസ്റ്റം അല്ലേ അല്ലേ. നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ അതില്ല. നമ്മളെ നാട്ടിലൊക്കെ പണ്ട് തമ്പായി എന്നൊക്കെ പറഞ്ഞ നടന്ന ആൾക്കാർ ഇപ്പൊ മണ്ണിന്റെ അടിയിലെ ഓല പോലെയൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് അങ്ങനെയാ അല്ലേ. പണ്ട് നാട്ടുമൂപ്പന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാജാക്കന്മാര് കുറെ കൊല്ലം മുമ്പ് 10-40 കൊല്ലം ഭരണത്തിൽ ഇരുന്ന ആളുകൾക്ക് വലിയ പരിഗണനയാണ് അല്ലേ. അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ ആ പരിഗണനയിൽ ഇപ്പം അവരുടെ പാലസ് റൺ ചെയ്യുന്നത് 10, 40, 50 നമ്മുടെ മലയാളികൾ കോട്ടക്കലുള്ള നമ്മുടെ പ്രവർത്തകരൊക്കെ ഉള്ള ഇതില്ലേ. ഭയങ്കര സഭ്യ ഒരു ദിവസം ഒരു ആടിനെ അറുത്തിട്ടൊക്കെ അവിടെ എന്ത് ചെയ്യാം, ഒതുക്കി വെക്കണം. ആട്, നാടൻ കോഴി അങ്ങനെയൊക്കെ. നിങ്ങളിതൊന്നും അറിയില്ല. ഞാനവിടെ 2 മാസമായിട്ട് ഞാൻ അവിടെ പോയിരുന്നതാ. വേറെ എവിടെയും പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ല. മെട്രോയിലും കയറിയില്ല. എന്തായാലും വന്ന അവസ്ഥ പറഞ്ഞു. 2 മാസമായിട്ട് മെട്രോ കയറിയില്ലാതെ വലിയ പരാജയമാണ്. എന്താണ് പൊതുവെ അങ്ങനൊരു ഉണ്ടല്ലോ, നമ്മൾ വന്ന അവിടെ സംഭവിക്കുന്നതെന്ന് പോയി വെക്കാന്നുള്ളൊരു മൈൻഡ് കുറവാണ്. അതൊരു നെഗറ്റീവാണ്. എല്ലാം പോയി വെക്കാന്നുള്ള മൈൻഡ് വേണം, ക്യൂരിയോസിറ്റി വേണം അല്ലേ. മെട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ദുബായ് മെട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ അല്ലേ.
നീങ്ങാൻ പറ്റില്ല. അത്രയും വലിയ സംവിധാനവും ഭയങ്കര സിസ്റ്റം ഒക്കെ അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ 50 കൊല്ലം കഴിഞ്ഞ് വരുന്ന സിസ്റ്റം ഒക്കെ ഇവിടെ ഇപ്പോൾ സാധാരണ സംവിധാനങ്ങൾ അല്ലേ. അപ്പൊ ആ രൂപത്തില് എന്താ പറയുന്നത്, പ്രസംഗെല്ലാം കൂടി ഇപ്പൊ നാടൻ മരണത്തെ പറ്റി നമ്മൾ ഏത് സമയത്ത് എങ്ങനെ ഇബ്രാഹിം കൊട്ടാരത്തിൽ നിന്ന് പോയതാണല്ലേ. ഇബ്രാഹിമിന് അദ്ദേഹം പ്രതിയുള്ളവന് വലിയ സാമ്രാജ്യത്തിൽ. അപ്പൊ കൊട്ടാരവാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കൊട്ടാരവാസം എന്ന് മാത്രമല്ല, അപ്പൊ അവരൊക്കെ ജീവിതം എന്തായിരിക്കും അല്ലെ. ഈ കൊട്ടാരത്തിലെ മെയിൻ രാജാവ്, മന്ത്രി, അവരൊക്കെ ജീവിതം ഭയങ്കര സംഭവമാണ്. അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം പ്രതിയുള്ളവന് സുഹിദിലേക്ക് നീങ്ങിപ്പോയി. വലിയ തൗഫീഖ് കിട്ടിയ മഹാനാണ്. മഹാനവറുകൾ ആഖിറത്തെ കുറിച്ച് എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്. വലിയ ഇബാദത്തിലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനവറുകൾ അതാ ഒരിക്കൽ മഹാനവറുകളുടെ അരികിലേക്ക് ഒരുപാട് ആളുകൾ ധർമ്മത്തിനു വേണ്ടി വരും. ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ട് വരും. ആ ചോദിച്ചുകൊണ്ട് പണം ചോദിച്ചുകൊണ്ട്, സഹായം ചോദിച്ചുകൊണ്ട് വരും. അങ്ങനെ വരുന്ന ഒരാളെ മഹാനവറുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മഹാനവറുകൾ നേരെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിച്ചു പോവുകയാണ്. സ്വീകരിച്ചിട്ടും സിറ്റ് ഔട്ടിൽ നല്ല ബഹുമാനത്തോടു കൂടെ തന്നെ ഇരുത്തുകയാണ്. നമ്മളെ പുരയിലേക്ക് ഒരാൾ ഒരു റസീദും കക്ഷത്തിൽ വെച്ച് ഇങ്ങനെ കയറി വരും. നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ വന്ന് പിറ്റേന്ന് ഇങ്ങനെ മാറ്റി ഒത്തിരി നമ്മളെ ചിന്ത എന്താ, ഇന്നലെ കൊണ്ട് വന്നിക്കുള്ളൂ, അപ്പോഴത്തേക്കെല്ലാം തുടങ്ങിയില്ലേ അല്ലേ. നമ്മളെ കുറ്റം പറയല്ല. പൊതുവെ മനുഷ്യൻ, നിങ്ങളൊക്കെ സെറ്റപ്പ് ആയിരിക്കും. ഞാൻ പറയാ പൊതുവെ മനുഷ്യന്റെ വിഷയം അങ്ങനെയാണ്. ഇല്ലെങ്കിൽ അടുക്കളയിൽ നമ്മ അങ്ങനെ നോക്കുക, അതാരാ പഠിച്ചോനെ വരുന്നേ, പിരിവാ. അപ്പൊ തന്നെ കുട്ടി കളിച്ചിട്ട് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ കിട്ടുമോ. കുട്ടി ഇങ്ങനെ പാവം ചെറുതല്ലേ, അത് പോയിട്ട് നേരെ പോയിട്ട് പറയും ഇവിടെ ആരുമില്ല, പോയിക്കോടെ പാലാണ്. പക്ഷെ ഈ മെസ്സേജ് കൊണ്ട് ഈ കുട്ടിക്ക് കൊടുക്കുന്ന വലിയ സന്ദേശം എന്താ? ഈ മെസ്സേജ് കൊണ്ട് കൊടുക്കുന്നത് നാളെ ഒരാൾ വരുമ്പോൾ 5 പൈസ കുട്ടിക്ക് ആർക്കും കൊടുക്കരുത് എന്നുള്ള മെസ്സേജാണ്. ഈ കുട്ടിയാണ് വലുതായപ്പോ വാപ്പ മരിച്ചുപോയി. വാപ്പ മരിച്ചുപോയപ്പോ വാപ്പാന്റെ പേരിൽ ഒരു 40 കഴിക്കാനോ 3 കഴിക്കാനോ വരുന്ന ഉസ്താദുമാർക്ക്, ആലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കാനും പോലും ഇവന് മനസ്സില്ല. ഈ പിശുക്ക് ആരാണ് ഈ കുട്ടിയുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തത്? അവന്റെ പുന്നാര ഉമ്മയല്ലേ. അതേസമയം ഉമ്മ പറയാൻ ഒരു 20 രൂപ എടുത്തിട്ട്, മോനെ അതൊരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ആവശ്യത്തിനോ വരുന്നതാണ്, അതുകൊണ്ട് നീ അത് അയാൾക്ക് കൊണ്ടുകൊടുക്കൂ എന്ന് പറയുമ്പോൾ കുട്ടി നല്ല ആവേശം വന്നിട്ട് കൊടുക്കും. റസീറ്റ് എഴുതി വാങ്ങുമ്പോൾ കുട്ടിക്ക് തന്നെ വാങ്ങണം. ആ മെസ്സേജ് കുട്ടിക്ക് കൊടുക്കേണ്ടവരാരാണ്? നമ്മളാകുന്ന മാതാപിതാക്കളാണ്. മക്കളൊക്കെ പഠിപ്പിക്കുന്ന നമ്മളാണ്. അല്ലാഹു തആല മക്കളാണ്. അപ്പൊ മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാൾ പിരിവിനാ വന്നെങ്കിൽ വല്ലാത്ത സ്വീകരണമാണ്. സ്വീകരിച്ചിട്ട് മഹാനവറുകൾ പറയുന്നത് എന്താണ്? യഹ്മിലൂന സാദന ഇലൽ ആഖിറ. മഹാന്മാരൊരു കർമ്മത്തെ കണ്ടതിന്റെ അതിന്റെ ആഴവും പരപ്പുമാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറയുന്നത്. യഹ്മിലൂന സാദന ഇലൽ ആഖിറ. അവർ എൻ്റെ ചരക്കുകളെ ആഖിറത്തിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന എൻ്റെ പണിക്കാരാണ് അവര്. എന്നെ സ്നേഹിക്കുന്നവരാണ് അവര് അല്ലേ. നമ്മൾ ഒരു കട നടത്തുമ്പോൾ അല്ല പണിക്കാരെ ജോലിക്കാരെ നമ്മൾ പരമാവധി സോപ്പിട്ട് നിർത്താറുണ്ട് അല്ലേ. അവർക്ക് ആവശ്യമായ അലവൻസും മറ്റു സംഗതികളൊക്കെ കൊടുത്തിട്ടില്ലേ. ഇവർ കാർഡൊക്കെ കൊടുക്കും. ഞാൻ അബീക്ക് പോകുമ്പോൾ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഈ കാർഡൊക്കെ കൊടുത്തിട്ട് ഇവരങ്ങനെ സോപ്പിട്ട് നിർത്തിയാൽ എന്ത് ചെയ്യും? ഇവരുടെ മനസ്സറിഞ്ഞിട്ട് ജോലി ചെയ്യും. ഇല്ലെങ്കിൽ ഇയാളെ കാണുമ്പോൾ തന്നെ ദേഷ്യമായി. അങ്ങനല്ലേ നിങ്ങളെ തമ്മേച്ച് ഇങ്ങനെയൊന്നല്ല. അപ്പൊ ഇതുപോലെ മഹാനായ ഇബ്രാഹിം അതും പ്രതിയുണ്ടാവുന്ന ഈ മനുഷ്യന് എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തൊരു സേവനം ചെയ്തിട്ട് മഹാനവറുകൾ പറയാണ്, ഈ ദുനിയാവിലുള്ള എൻ്റെ സമ്പത്ത് നാളെ ആഖിറത്തിലേക്ക് എനിക്ക് വേണ്ടേ. നമ്മളിപ്പോ ഇവിടുത്തെ ഇങ്ങനെ കൊടുത്തുവിടൂലേ, ആരെങ്കിലും പോകുമ്പോൾ സാധനം കൊടുത്തുവിടൂലേ. ഇപ്പൊ ആരങ്ങനെ കൊണ്ടുപോകാൻ മെനക്കെടാറില്ല. അപ്പൊ സാധനം കൊടുത്തോളൂ. എന്തിന്? നമ്മളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട്. അയാളോടൊരു സ്നേഹമായിരിക്കും നമുക്ക്, കാരണം അയാളോട് സാധനം കൊണ്ടുപോകല്ലോ. അപ്പൊ അതേപോലെ നാളെ ആഖിറത്തിലെത്തുമ്പോൾ 1 ലക്ഷം റുപ്യ അതാര് വാങ്ങിയതേനും എന്നാൾ വാങ്ങിയത്, അല്ലെങ്കിൽ ഒരു 10 റുപ്യ. ആ 10 റുപ്യ കൊണ്ട് അയാൾ രക്ഷപ്പെട്ടത്. ആ 10 റുപ്യ വാങ്ങിയാൽ അത് മടവൂരിന് വന്ന് റിസീവറാണ്. അപ്പൊ അയാളോടുള്ള സ്നേഹം മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു നേരത്തെ കാണുകയാണ്. ഇങ്ങനെ അമലുകളോടുള്ള സമീപനം എനിക്കും നിങ്ങൾക്കും വേണം. ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങളോടല്ല, എൻ്റെ നഫ്സിനോടാണ് ഒന്നാമതായി ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ എത്രയോ അപ്പുറത്താണ് നിങ്ങളോട് ഉപദേശിക്കാൻ അർഹതയുള്ളത്.
അല്ലാഹു തആല നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അമലുസ്വാലിഹാത്തിനോട് ഒരു മനുഷ്യൻ അമലുസ്വാലിഹാത്ത് ചെയ്യേണ്ട അനിവാര്യതകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയും നമുക്ക് സവിസ്തരമായി പറയേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാ അമലുകളോടും നല്ല സമീപനം പുലർത്തുന്ന ഈമാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ഞങ്ങൾ ഇങ്ങനെ സാധുക്കളായി നിന്റെ ദീനിലായി നിന്റെ മജ്ലിസുകൾ കാണുമ്പോൾ വന്നിരുന്ന് ഇങ്ങനെ ജീവിക്കുന്നത് നീ ഞങ്ങളുടെ മനസ്സിലിട്ട് തന്ന ചെറിയൊരു ഇഖ്ലാസിന്റെ ബലത്തിലാണ്. ഞങ്ങൾക്ക് വേറെ ജോലികളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, ഇതേ സമയം തന്നെ മറ്റെവിടെയെങ്കിലും പോകാൻ പറ്റാത്തത് കൊണ്ടല്ല. അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന് കരുതിയിട്ടാണ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. മഗ്ഫിറത്തിന്റെ പത്ത് ഇതാ ഞങ്ങളിൽ നിന്ന് വിട പറയുന്നു. ഞങ്ങളുടെ ഒരു തെറ്റും നീ നാളെ ഖബറിലേക്ക് മാറ്റിവെക്കല്ല റഹ്മാനേ. നാളെ പരലോകത്തേക്ക് നീ മാറ്റിവെക്കല്ല റഹ്മാനേ. എല്ലാം ഈ ദുനിയാവിൽ തന്നെ നീ തീർത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങൾ അല്ലാഹ്, ഇത് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. ഞങ്ങളെ ആ ഗണത്തിലൊന്ന് നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നാവ് കൊണ്ട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഞങ്ങളെ നാവ് കൊണ്ട് ഞങ്ങൾ ഇൽമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അതിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ അതേ ദഖറൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് നൽകിയ ഒരു കർമ്മമാണല്ലോ. ആ അർത്ഥത്തിൽ നീയൊന്ന് ഞങ്ങളുടെ അമലുകളാക്കി തരണം റഹ്മാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, ഹാഫിലീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ വരുന്ന ചെറിയ ചെറിയ ശുബ്ഹകൾ കൊണ്ട്, ഞങ്ങൾ അറിയാതെ വരുന്ന വീഴ്ചകൾ കൊണ്ട്, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അതാ ഹലാലിയത്തിന്റെ കുറവ് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഇബാദത്തിന്റെ ലദ്ദത്ത് നീ എടുത്തു കളയല്ല റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ തമ്മാടികളാക്കല്ല റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളാക്കിയ മാതാപിതാക്കള് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയത് അവരുടെ ഗുണം കൊണ്ടാണ്, അവര് ഞങ്ങളിത് പഠിപ്പിച്ചത് കൊണ്ടാണ്. ആ മാതാപിതാക്കളിൽ മരിച്ചുപോയവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത് ജീവിതം വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനേ. സമസ്തയുടെ സെന്റിനറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് സുൽത്താനുൽ ഉലമ നടന്നു വന്ന് അതാ സമസ്തയുടെ പ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്യുന്ന ആ കാഴ്ച ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്. അതിനും അതിനപ്പുറവും ദീർഘകാലം ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഉസ്താദിന്റെ കൂടെയുള്ള പേരോട് ഉസ്താദ് ഖലീൽ തങ്ങളടക്കമുള്ള വലിയ വലിയ സയ്യിദന്മാര് ആലിമീങ്ങൾ അവരെയൊക്കെ ഞങ്ങൾക്ക് നേതൃത്വമായി അതാ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ. ഒരുപാട് പർവ്വത സമാനരായ ആലിമീങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. ഇവിടെ ഉറൂസ് കഴിക്കാറുള്ള ബഹുവന്യരായ കുണ്ടൂർ ഉസ്താദ്, സാധുവായ ഞാൻ പഠിച്ചത് ഉസ്താദിന്റെ സ്ഥാപനത്തിലാണ്. അല്ലാഹുവേ അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലായിടത്തും അവിടുത്തെ വലിയ നസ്റും നദറും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അവിടുത്തേക്ക് വേണ്ടി ഇവിടെ കഴിക്കുന്ന ഉറൂസുകളിൽ പ്രത്യേകം പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നീ വലിയ വിജയം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ഇവിടെ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് മുതലാളിമാരുണ്ട്, ഭക്ഷണം നൽകിയവരുണ്ട്. അതുപോലെ അതിനുവേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച ICF-ന്റെയും RSCയുടെയും പ്രവർത്തകന്മാരുണ്ട്. എല്ലാവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിശുദ്ധ റമളാൻ വിട പറയുന്ന സമയത്ത് നല്ല രീതിയിൽ വിട പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയെന്നുകൊണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഞങ്ങളെ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട്
ഞങ്ങളെ മക്കളെ നീ അനാഥരാക്കരുത് റഹ്മാനേ. ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുന്നൊരവസ്ഥ വരുത്തരുത് അല്ലാഹ്. നിങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കാനാണ് തീരുമാനമെങ്കിൽ ഈ സമയത്തു തന്നെ ദുആ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്ത് ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ആന്തരിക അവയവങ്ങൾ ഒന്നും നീ രോഗത്തിലാക്കി കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد